അപ്പോൾ ഗാർസിയയെ പിന്നെ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, തിരിച്ച് കൊണ്ടുവരണമെന്ന് വേറൊരു കോടതി ഉത്തരവിട്ടു. അപ്പോൾ ഗാർസിയ വേറൊരു രാജ്യത്താണ്, അവിടുത്തെ രാജ്യത്തിൻ്റെ കാര്യങ്ങളിലൊന്നും കോടതിക്ക് ഇടപെടാൻ പറ്റില്ല, കോടതി ഉത്തരവിട്ടാലൊന്നും അവിടുന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് സർക്കാർ വാദിച്ചു. അപ്പോൾ അതിനെതിരെ അപ്പീൽ കോടതിയിൽ പോയി. അപ്പീൽ കോടതിയും സർക്കാരിന് അനുകൂലമായിട്ടല്ല നിന്നത്, സുപ്രീം കോടതിയിൽ ചെന്നു. പിന്നെ അപ്പോൾ സുപ്രീം കോടതി ആ നിയമം അനുസരിച്ച് ആളുകളെ അയക്കുന്നതിൽ തെറ്റില്ല എന്ന്, പിന്നെ അതിന് ആ നിയമം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിധിച്ചു. അതേസമയം തന്നെ ഒരു ജുഡീഷ്യൽ റിവ്യൂ വേണം. പിന്നെ ഇവർക്ക് തൂക്കിക്കൊല്ലാനും കൊണ്ടുപോകുന്നതിന് മുമ്പാണെങ്കിലും ഈ ഒരു കുറ്റം ആരോപിക്കുമ്പോൾ അത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് പിന്നെ അറിയണമല്ലോ, ഒന്ന് തീരുമാനിക്കണമല്ലോ. അതിന് ഒരു ജുഡീഷ്യൽ റിവ്യൂയോടുകൂടി മാത്രമേ അയക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതിനെതിരെ പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിയാന്നോ ഒരു സംഘം ആളുകളെ കൂടെ ടെക്സസിൽ നിന്ന് പിന്നെ എൽ സാൽവദോറിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിമാനം തയ്യാറായി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം വീണ്ടും ACLU ഒക്കെ കോടതിയിൽ പോയി. അപ്പം ജസ്റ്റിസ് ബോവാസ്ബർഗ് പറഞ്ഞ അത് ടെക്സസിലെ കാര്യമാണ്, ഇവിടെ പിന്നെ വാഷിങ്ടൺ DC ആ കേസ് നിലനിൽക്കുന്നതല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം അത് ആ പ്രോക്സിമിറ്റി അടുത്തുള്ള സ്ഥലത്ത് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും സുപ്രീം കോടതി പോയി. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടു ആ വിമാനം പോകരുത്, അതിൻ്റെ പിന്നെ വിമാനം തൽക്കാലം പോകാൻ പാടില്ല, പിന്നെ അങ്ങോട്ട് ആളുകളെ അയക്കാൻ പാടില്ല. അത് ഈ കോടതി തീരുമാനിച്ചിട്ട് വേണം അയക്കാനായിട്ട്. ഇവർക്ക് പറയാനുള്ളതുകൂടെ കേട്ടിട്ട് വേണം അയക്കാനായിട്ട്. ഇവർ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഗാർസിയയുടെ കാര്യത്തിൽ ഗാർസിയ പറയുന്നത് കേൾക്കാതെയാണ് പറഞ്ഞു വിട്ടത്. തിരിച്ചു കൊണ്ടുവരാനായിട്ട് സർക്കാരിനോട്ട് താല്പര്യവുമില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ട് സുപ്രീം കോടതിയും പറഞ്ഞു ഗാർസിയയെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. പിന്നെ കീഴ്ക്കോടതി വീണ്ടും ആവശ്യപ്പെട്ടു, നിർദ്ദേശിച്ചു, അതിനെതിരെ പിന്നെ നടപടികളൊക്കെ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭരണകൂടം തയ്യാറാവുന്നില്ല, ഭരണകൂടം മൈൻഡ് ചെയ്യുന്നില്ല. കോടതികളെ പിന്നെ അനുസരിക്കാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ കോടതിയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സാധ്യത തന്നെ തെളിഞ്ഞു നിൽക്കുന്നു. എന്തായാലും ഈ ഗാർസിയയുടെ കാര്യത്തിൽ ഗാർസിയ ഇപ്പം MS-13 അംഗമായിരുന്നു എന്ന് പറഞ്ഞ് പ്രസിഡന്റ് പിന്നെ പറയുന്നുണ്ട്. പ്രസിഡന്റ് അയാളുടെ കയ്യിൽ പിന്നെ പച്ച കുത്തിയിട്ടുണ്ട് MS-13. പിന്നെ ഇത് അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ പ്രസ്താവന ഇറക്കിയാൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചെറിയ കാര്യത്തിലൊക്കെ ഈ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ ഒരു മണ്ടത്തരം പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി അത് തിരുത്തുന്നതിന് പകരം ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ പിന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് പോലും രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ഖേദകരം തന്നെ.